നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഏതൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ പറഞ്ഞു നിനക്കെന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാൻ കണ്ടതും അറിഞ്ഞതും അല്ലാതെ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് പറയാം. സർ, ഒന്ന് തുറന്നു തരുമോ? സച്ചേട്ടാ, സ്നേഹ അകത്തേക്ക് പോയി. അവള് ധനുഷിനെ കണ്ട അവൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വീണ്ടും അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കൂടി ഒന്ന് പോയി നോക്കിയാലോ? അത് വേണ്ട അർച്ചന. അവൾ അവനെ കാണുന്നെങ്കിൽ കണ്ടിട്ട് വരട്ടെ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. സച്ചി, അവന്തികേ, അവന്തികേ, എന്താ അവന്തിക എവിടെ? അവന്തിക ഇവിടെ എവിടെയോ. എന്താ അച്ഛാ? സ്നേഹ ധനുഷിനെ കാണാൻ ജയിലിൽ ചെന്നെന്ന്. അവള് പോയത് നിന്റെ സമൂഹത്തോടെയാണോ? ഇല്ല, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് അവൾ അനുവാദം ചോദിച്ചപ്പോ അവൾക്ക് അനുകൂലമായി സംസാരിച്ചത് നീയാ. അന്നങ്ങനെ സംസാരിച്ചേ ഉള്ളൂ. പക്ഷേ അവളിപ്പോ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയണമായിരുന്നു. അറിഞ്ഞതിനെ വിലക്കണമായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ശ്രദ്ധിച്ചത് തന്നെയാ. അവളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും ഞാൻ നോക്കി. പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാ 24 മണിക്കൂർ അവക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഇരിക്കണം. നിനക്ക് വൈകി പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ നോക്കുമായിരുന്നല്ലോ. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാ അവളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന ശ്രദ്ധ വേണം അവളെ നോക്കാൻ. ഒരു ചെറിയ ബുദ്ധിമോശം മതി അവളെ നമുക്ക് നഷ്ടപ്പെടാൻ. അതുകൊണ്ടാ അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരുടെയും വാക്കും വരുതിയും കേൾക്കാത്തവളോട് ഞാനായിട്ട് എന്ത് പറയാനാ? അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നല്ലതുപോലെ ശ്രമിച്ചതാ. നീ അവക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അവക്ക് മനസ്സിലായില്ലെങ്കിൽ, നീ പറഞ്ഞിട്ടും അവൾ കേട്ടിട്ടില്ലെങ്കിൽ, കുറ്റം ഞങ്ങളുടെ ആരുടെ അല്ല, നിന്റെ തന്നെയാ. അവളെ വളർത്തിയത് നീയാണെന്നല്ലേ നീ അവകാശപ്പെടുന്നത്. അപ്പോ അനുസരണയോടെ വളർത്തണമായിരുന്നു. നീ പറഞ്ഞ അവൾ കേൾക്കണം. അതിന് ആദ്യം നീ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഇനിയിപ്പം ഏതവസ്ഥയിലാണാവോ അവൾ തിരിച്ചു വരുന്നത്? ഞാൻ പറഞ്ഞതാ അവളോട് പോകരുതെന്ന്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാ. അതാ എന്റെ വിലക്കിനെ മറികടന്ന് അവൾ പോയത്. അവൾ തിരിച്ചു വരട്ടെ. എനിക്കറിയണം എന്താണ് അവളുടെ ഉദ്ദേശമെന്ന്. നീ എന്നെ കാണാൻ വരുന്നു ഞാൻ കരുതിയതേയില്ല. നിന്റെ ഏതൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ പറഞ്ഞു നിനക്കെന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാൻ കണ്ടതും അറിഞ്ഞതും അല്ലാതെ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് പറയാം. നീ കണ്ടതും അറിഞ്ഞതും തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. പക്ഷേ നീ അറിഞ്ഞതിൽ പകുതി ശരിയുള്ളൂ. ബാക്കി പകുതി
അച്ഛനുടെ സങ്കല്പത്തിലുള്ള കഥകളാണ്. എന്റെ പേരും അച്ഛനും അമ്മയും ഒക്കെ ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെയാ. അനാഥനായ മറ്റു മതസ്ഥനായ എന്നെ മരുമകനായി നിന്റെ വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് കരുതി. ആ കുറ്റം നിന്നോട് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. സച്ചിയെ തട്ടിക്കൊണ്ടു പോയതൊന്നും ഞാനല്ല. ബിജുവിനെ എനിക്ക് അറിയാമെന്ന് കരുതി അത് ചെയ്തത് ഞാൻ എങ്ങനെയാവും? ഇനി നിന്റെ മുന്നിൽ ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുന്നത്, എത്ര കള്ളനായാലും മനസാക്ഷി എന്നുണ്ടല്ലോ. ഇല്ലാത്ത തെറ്റുകൾ കൂടി എന്റെ തലയിൽ അർച്ചന ചാർത്തി തന്നപ്പോ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. വിവാഹം മുടക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെ വന്നപ്പോ അർച്ചന കണ്ടുപിടിച്ച വഴിയിലും നീ അടക്കം എല്ലാവരും വീണുപോയി. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ച് ചതിച്ചിട്ടില്ല. അതിനെനിക്കാവുകയില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം. അതിനർച്ചന സമ്മതിക്കില്ല. നീ എന്നെ തല്ലിയപ്പോണ്ടായ വേദനയേക്കാൾ എനിക്ക് വേദനിച്ചത് അർച്ചന പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോഴാ. എന്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്നും ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമെന്നും പഠിപ്പിച്ച ആളാ നീ. എങ്കിലും ഞാൻ നിന്നെ ചതിച്ചൊന്നും നീ വിശ്വസിച്ചല്ലോ മോളെ. അനാഥനായിരുന്നു എനിക്ക് എല്ലാമായിരുന്നു നീ. അല്ലെങ്കിൽ ഞാനങ്ങനെ വിശ്വസിച്ചു. കുറച്ചു നാളെ ഉണ്ടായിരുന്നല്ലോ എങ്കിലും ഞാൻ നിന്നെ കുറെ സ്നേഹിച്ചിരുന്നു മോളെ. പക്ഷെ നിനക്കെന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഈ വിവാഹം മുടക്കാൻ ഏതറ്റം വരെ നിന്റെ ഏടത്തി പോകുമെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനൊരവസ്ഥയിൽ നീ എന്നെ തള്ളി പറഞ്ഞു, അവഗണിച്ചു. സത്യം എന്താണെന്നറിയാൻ നീ ശ്രമിച്ചില്ല. നീ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് മാത്രം പറയരുത്. ഇപ്പോഴുള്ള എന്റെ ഓരോ ദിവസം എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ആള് കാരണം എനിക്കിപ്പോ മദ്യപിക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതിനപ്പുറം മറ്റെന്ത് പറയണം ഞാൻ? ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.